വിവാഹവുമായി ബന്ധപ്പെട്ട 3 റിങ്ങിനെ കുറിച്ച്. വിവാഹ ജീവിതം ഏറ്റവും നന്നായി ജീവിക്കാൻ വേണ്ടത് ഒന്ന് മ്യൂച്വൽ ലവ്, പരസ്പര സ്നേഹം വേണം. മ്യൂച്വൽ ലവ്, സാക്രിഫൈസ് വേണം, ത്യാഗം വേണം. മൂന്നാമത്തത് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത വേണം. ഓരോ വിശ്വാസിയും സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസമില്ലാതെ കർത്താവുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ എപ്പോഴും കൂടെ വിശ്വസ്തയോടെ കാണുമെന്ന്. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലും നിന്നെ ഏറ്റുപറയാൻ, നിന്നെ സ്നേഹിക്കാൻ, നിന്നിൽ ആശ്രയം വയ്ക്കാൻ യൗസേപ്പ് പിതാവിന്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തുണയാകട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 21ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജോസഫ് മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ, യൗസേപ്പ് ഏറ്റവും വിശ്വസ്തനായ താതൻ. യൗസേപ്പ് പിതാവിന് ഈശോയോടുള്ള ഈശോയോടുള്ള വിശ്വസ്തതയെ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. നമ്മളും വളർത്തിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിനുള്ള നിലപാട് കർത്താവിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക എന്നതാണ്. ഇതിനെക്കുറിച്ച് ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: The church admires the simplicity and depth of his faith. The church admires the simplicity and depth of his faith. യൗസേപ്പിന്റെ വിശ്വാസത്തിന്റെ ലാളിത്യത്തെയും ആഴത്തെയും സഭ ആദരവോടെ കാണുന്നുവെന്ന്. ആ ലാളിത്യം, ആ ആഴം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫുൾട്ടൺ ജെ ഷീൻ, നമുക്കറിയാം, അമേരിക്കൻ ബിഷപ്പായിരുന്ന ഫുൾട്ടൺ ജെ ഷീൻ റേഡിയോ പ്രഭാഷണങ്ങളൊക്കെ നടത്തി ഇന്ന് ഞങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷയുടെ മീഡിയ മിനിസ്ട്രിയുടെ സ്റ്റാർട്ടപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, പയനിയർ എന്ന് പറയാം. ഏറ്റവും നന്നായിട്ട് ആ കാലത്ത് മീഡിയ മിനിസ്ട്രി നടത്തിയ ആളാണ് ഫുൾട്ടൺ ജെ ഷീൻ. അദ്ദേഹം വിവാഹത്തിലുള്ള 3 റിങ്ങിനെ കുറിച്ച് പറയുന്നത്. റിങ്, മോതിരം. വിവാഹവുമായി ബന്ധപ്പെട്ട 3 റിങ്ങിനെ കുറിച്ച്. റിങ് എന്നുള്ളതിൽ തന്നെ പറഞ്ഞു അതിനാണ്. ഒന്നാമത്തത് എൻഗേജ്മെന്റ് റിങ്. ഇത് ഫുൾട്ടൺ ജെ ഷീന്റെ ഭാഷയാണ്. ഒന്നാമത്തത് എൻഗേജ്മെന്റ് റിങ്, വിവാഹ നിശ്ചയത്തിന്റെ മോതിരം, മനസ്സമ്മതത്തിനിടുന്ന മോതിരം, അങ്ങനെ വിചാരിക്കാം. എൻഗേജ്മെന്റിന്റെ റിങ്. രണ്ടാമത്തത് വെഡിങ് റിങ്, വിവാഹമോതിരം, വെഡിങ് റിങ്. മൂന്നാമത്തെ റിങ് ആണ് പ്രത്യേകതയുള്ളത്. ഫുൾട്ടൺ ജെ ഷീൻ പറയുന്നു, മൂന്നാമത്തെ റിങ് എൻഗേജ്മെന്റ് റിങ്, വെഡിങ് റിങ്. മൂന്നാമത്തത് സഫറിങ്, സഹനം. അദ്ദേഹം പറയുകയാണ് വിവാഹ ജീവിതത്തിന്റെ അനിവാര്യതയാണ് സഫറിങ്. അപ്പൊ ഈ ഫുൾട്ടൺ ജെ ഷീൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിവാഹ ജീവിതം ഏറ്റവും നന്നായി ജീവിക്കാൻ വേണ്ടത് ഒന്ന് മ്യൂച്വൽ ലവ്, പരസ്പര സ്നേഹം വേണം. മ്യൂച്വൽ ലവ്, സാക്രിഫൈസ് വേണം, ത്യാഗം വേണം. മൂന്നാമത്തത് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത വേണം. ഇതിപ്പോ പറയാൻ കാര്യം നിങ്ങൾ ഓർക്കരുത്, ഇതെന്താടാ ഇപ്പൊ പെട്ടെന്ന് വിവാഹ പ്രസംഗം പോലെ ആയിപ്പോയല്ലോ. അതല്ല, ഈ വിവാഹ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. നമ്മൾ വിവാഹത്തിന് കൈയോട് കരം ചേർത്ത് വെച്ച്, സുവിശേഷ ഗ്രന്ഥത്തിന്റെ മേൽ കരം ചേർത്ത് വെച്ച് ചൊല്ലുന്നൊരു കാര്യമുണ്ടല്ലോ. സന്തോഷത്തിലും സന്താപത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും കൂടെ ഉണ്ടാകാമെന്ന്. അതാണ് വിവാഹ ജീവിതത്തിന്റെ കോർ. ഇൻ ഗുഡ് ആൻഡ് ബാഡ്, ഇൻ ഹെൽത്ത് ആൻഡ് ഇൻ സിക്നെസ്, ഇൻ റിച്ചസ് ആൻഡ് ഇൻ പോവർട്ടി, ഞാൻ കൂടെ ഉണ്ടാകാമെന്ന്. ഇത് തന്നെയാണ് കർത്താവുമായുള്ള ബന്ധം. വി ആർ വെൻഡഡ് ടു ഗോഡ്. സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മൾ മിശിഹായുമായി വിവാഹിതരാവുകയാണ്. അത് ബിബ്ലിക്കൽ ആശയമാണ്. കാരണം നമ്മൾ സഭയാണ്, സഭയുടെ ഭാഗമാണ്. സഭ മിശിഹായുടെ മണവാട്ടിയാണ്. ഓരോ വിശ്വാസിയും സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസമില്ലാതെ കർത്താവുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ആ വിവാഹ ബന്ധത്തിന്റെ കോറാണ് നേരത്തെ പറഞ്ഞ മ്യൂച്വൽ ലവ്, പരസ്പര സ്നേഹം, ത്യാഗം, കർത്താവിനെ പ്രതി ത്യാഗം,
വിശ്വസ്തത, വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ഇതില്ലേ നമ്മുടെ വിവാഹ വാഗ്ദാനം, എൻ്റെ നല്ല കാലത്തും എൻ്റെ മോശകാലത്തും, എൻ്റെ ആരോഗ്യത്തിന്റെ നേരത്തും എൻ്റെ അനാരോഗ്യത്തിന്റെ നേരത്തും, എൻ്റെ സമ്പത്തിന്റെ കാലത്തും എൻ്റെ ദാരിദ്ര്യത്തിന്റെ കാലത്തും കർത്താവുമായി ബന്ധത്തിലായിരിക്കുക. അതാണ് കർത്താവുമായുള്ള ബന്ധം. വിവാഹം ആ രീതിയിൽ നമുക്ക് അവതരിപ്പിച്ചു നോക്കി. ഇത് കൃത്യം പാലിച്ച ആളാണ് യൗസേപ്പ് പിതാവ്. ഈ ബന്ധം യൗസേപ്പ് പിതാവ് കർത്താവിൽ വിശ്വസിച്ച് മറിയത്തോട് വിവാഹബന്ധത്തിൽ ചേർന്നിരിക്കുമ്പോഴും ഈ വിവാഹബന്ധം ദൈവവുമായും യൗസേപ്പ്, ഈ ബന്ധം നമ്മൾ ഈ പറയുന്ന സ്പിരിച്വൽ മിസ്റ്ററി, ആത്മീയ രഹസ്യം വിവാഹത്തിന്റെ, അത് ജീവിച്ചിരുന്നു യൗസേപ്പ്. നമുക്കറിയാം വിശ്വാസത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു നിർവചനം കിടക്കുന്നത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യമാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. അപ്പൊ അതുപോലെ അക്നോളജിങ് ആണ്, ഏറ്റുപറച്ചിലാണ്. അതായത് ഏറ്റുപറച്ചിലിന് അപ്പുറത്തോട്ടുള്ളൊരു ബന്ധമാണ് പ്രത്യാശയിൽ, ഉറപ്പിൽ വളരുകയാണ്. ഈ വിശ്വാസം മനസ്സിലാക്കേണ്ടത് അക്നോളജിങ് അല്ല, അത് മാത്രമല്ല വിശ്വാസം. ഏറ്റുപറച്ചിൽ മാത്രമല്ല വിശ്വാസം. കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നതാണ് വിശ്വാസം എന്ന് വിചാരിക്കരുത്. അതിനപ്പുറത്തേക്ക് വളരണം. ഏറ്റുപറച്ചില് പിശാചു ബാധ്യത പോലും നടത്തിയില്ലേ സുവിശേഷത്തിൽ? അവർ ഈശോയെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞില്ലേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന്? ദാറ്റ് വാസ് ക്വൈറ്റ് എ കൈൻഡ് ഓഫ് അക്നോളജ്മെന്റ്. കർത്താവിനെ ഏറ്റുപറയുകയായിരുന്നല്ലോ അവരും. പക്ഷെ ആ ഏറ്റുപറച്ചിൽ ട്രസ്റ്റായും സ്നേഹമായും വളർന്നില്ല. വിശ്വാസമായും സ്നേഹമായും വളർന്നില്ല. വിശ്വാസമായും സ്നേഹമായും അത് വളരുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ തരുന്നത്. അതാണ് തിയോളജിക്കൽ വെർച്യൂസ്, ദൈവിക പുണ്യങ്ങൾ 3 നമ്മൾ പഠിച്ചില്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പൊ കർത്താവിനെ കുറിച്ചുള്ള അറിവ് അറിഞ്ഞ് ആ കർത്താവിൽ ആശ്രയം വെച്ച് കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പ്രത്യാശയിൽ ജീവിക്കും. യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നത്, ഹി നെവർ ഡൗട്ടഡ് ദ ഡിവിനിറ്റി ഓഫ് ജീസസ്. ഈശോയുടെ ദൈവത്വത്തെ, ചുറ്റുമുള്ള ആർക്കും കർത്താവിന്റെ ദൈവത്വത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും യൗസേപ്പ് എന്നും ആദരവോടും ആരാധനയോടുമാണ് കർത്താവിന്റെ മുമ്പിൽ ആയിരുന്നത്. കർത്താവിന്റെ ദൈവത്വത്തെ യൗസേപ്പ് ഒരിക്കലും സംശയിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഏറ്റുപറച്ചിലില്ലേ, പ്രതിജ്ഞ, എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ എപ്പോഴും കൂടെ വിശ്വസ്തയോടെ കാണുമെന്ന്. അത് യൗസേപ്പ് ഈശോയുടെ കാര്യത്തിൽ ചെയ്തു. നല്ല കാലത്തും, ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ്, എൻ്റെ നല്ല കാലത്തും എൻ്റെ സന്തോഷത്തിലും എൻ്റെ സങ്കടത്തിലും, ബേത്ലഹേമിലെ സന്തോഷത്തിൽ, ഉണ്ണി പിറന്നതിന്റെ സന്തോഷത്തിൽ യൗസേപ്പ് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. 12-ാം വയസ്സിൽ ജെറുസലേമിൽ കർത്താവിനെ കാണാതെ പോയത് സങ്കടത്തിലും യൗസേപ്പ് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. സന്തോഷത്തിലും സങ്കടത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. ആരോഗ്യത്തോടെ നല്ലപ്പനായി ഈശോയ്ക്ക് ഈ കാർപ്പൻട്രി, ആശാരിപ്പണി പഠിപ്പിച്ചു കൊടുക്കുന്ന അപ്പനായി കൂടെ നിന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് യൗസേപ്പ് ഈശോയുടെ കൂടെ ഉണ്ട്. അവസാനം ഡെത്ത് ബെഡിൽ, മരണക്കിടക്കയിൽ കർത്താവിന്റെ മടിയിൽ തലചായിച്ച് യൗസേപ്പ് മരിക്കുന്ന നേരത്തും യൗസേപ്പ് കർത്താവിന്റെ കൂടെയുണ്ട്. എൻ്റെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, എൻ്റെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും. യൗസേപ്പിന്റെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും യൗസേപ്പ് ഈശോയോട് ചേർന്ന് നിന്നു. പൂജരാജാക്കന്മാർ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ കൊടുത്ത സ്വർണം, സമ്പത്ത്, ആ സമ്പത്തിലും യൗസേപ്പ് ഈശോയുടെ കൂടെ. ഈജിപ്തിലേക്ക് പോയ കാലത്ത് ആ സമ്പത്തൊക്കെ വിറ്റ് തീർന്നു കാണും, അതൊക്കെ ചെലവഴിക്കേണ്ടി വന്നു കാണും. ദാരിദ്ര്യത്തിന്റെ ഒരു നേരം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. ആ നേരത്തും യൗസേപ്പ് ഈശോയുടെ കൂടെ. ഇന്ന് യൗസേപ്പ് പിതാവിന് ഈ പ്രതിഷ്ഠ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ നിമ്നോന്നതകളിൽ, അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ജീവിതത്തിന്റെ നിമ്നോന്നതകളിൽ എന്ന് വെച്ചാല് എൻ്റെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ, എല്ലാം നല്ലതായിട്ടിരിക്കുമ്പോഴും എല്ലാം തകിടം മറിയുമ്പോഴും, സമ്പത്ത് കയ്യിലുള്ളപ്പോഴും ദാരിദ്ര്യം വേട്ടയാടുമ്പോഴും, ആരോഗ്യത്തോടെ നിൽക്കുമ്പോഴും രോഗക്കിടക്കയിൽ വീണു പോകുമ്പോഴും, കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിലും നിന്നെ ഏറ്റുപറയാൻ, നിന്നെ സ്നേഹിക്കാൻ, നിന്നിൽ ആശ്രയം വയ്ക്കാൻ യൗസേപ്പ് പിതാവിന്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തുണയാകട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കണം. ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കാം. ഒപ്പം ഒരുമിച്ച് പ്രാർത്ഥനയോടെ പ്രതിഷ്ഠാജപം ചൊല്ലുകയും ചെയ്യാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന.
ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.